ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഹാപ്പി ആവാനായിട്ട് ഞാനൊരു ടിപ്പും കൊണ്ടുവന്നാണ്. അതെന്താണെന്നോ, 2026 നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും സൗന്ദര്യം സംരക്ഷിക്കാനും 7 ടിപ്സ്, 7 മുൻകരുതലുകൾ, നമ്മൾ എടുക്കേണ്ട 7 കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവും. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. പ്രത്യേകിച്ച് 50 വയസ്സിന് ശേഷമുള്ളവർക്ക് ഇത് വളരെ എഫക്റ്റീവായിരിക്കും. കാരണം 50 വയസ്സിന് ശേഷമാണ് നമ്മുടെ വാർദ്ധക്യ ലക്ഷണങ്ങൾ തുടങ്ങുന്നതും ശാരീരികമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിനെ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഈ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക കേട്ടോ. ഈ പഞ്ചസാര നമ്മൾ ഇങ്ങനെ അധികം കഴിച്ചാൽ ഈ എക്സസ് നമ്മുടെ ശരീരത്തിൽ ഇത് ചെല്ലുമ്പോൾ ഗ്ലൈക്കേഷൻ സംഭവിച്ചിട്ട് നമ്മുടെ ചർമ്മത്തിലുള്ള കോളജൻ നഷ്ടപ്പെടും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി കുറയുകയും സ്കിൻ തൂങ്ങുകയും ചുളിവുകൾ വീഴുകയും എല്ലാം ചെയ്യും. മെയിൻ കാരണം പഞ്ചസാര, മധുരം അധികം ചെല്ലുന്നതുകൊണ്ടാണ്. അത് പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഈ ഫാറ്റി ലിവറിന് മെയിൻ കാരണം പഞ്ചസാരയാണ്. അതായത് ലിവറിൻ്റെ ചുറ്റും ഫാറ്റ് വന്ന് അടിയുന്നതിന് ഒരു കാരണം പഞ്ചസാരയുടെ അമിത ഉപയോഗമാണ്. അപ്പോൾ പഞ്ചസാര നമ്മൾ ഉപയോഗം കുറയ്ക്കുക. പിന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കൂടും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നീർവീക്കങ്ങൾ, സന്ധിവേദന, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ പഞ്ചസാര ഒഴിവാക്കിയാൽ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ, അടുത്തതായിട്ട് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് 3 നേരം ഒരു വിധത്തില്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അരിയാഹാരം കഴിക്കുന്നവരാണ്. അപ്പോൾ ഈ അരിയാഹാരം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അധികം പണ്ടത്തെ കൂട്ട് നമുക്കധികം എക്സസൈസ് ഒന്നുമില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിൽ ഒരു 30-40% ആണ് നമ്മുടെ ശരീരം അത് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എക്സസ്സാണ്. ഈ എക്സസ് വരുന്ന ഇതിനുള്ള വിഷയം എന്താണെന്നോ, നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന എല്ലാവിധമായ നീർവീക്കങ്ങളും. അതാണ് ശരീരത്തിൽ നമ്മൾ പുറത്ത് കാണുന്നത് മാത്രമല്ല കേട്ടോ, ഇന്നർ ഓർഗൻസിന്, പാൻക്രിയാസിനും അതുപോലെ രക്തക്കുഴലുകളിലും എല്ലാം വരുന്ന സെൽസിലും എല്ലാം വരുന്ന നീർവീക്കങ്ങൾ രോഗത്തിന് മെയിൻ കാരണമാണ്. പിന്നെ ഈ ക്യാൻസർ കോശങ്ങളുടെ ആഹാരമാണെന്ന് പറയണേ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അധികം ചെന്ന് കഴിഞ്ഞാൽ ക്യാൻസർ കോശങ്ങൾക്ക് വളരുന്നതിനുള്ള അവസരം കൂടും. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, പിന്നെ നമ്മുടെ അമിതവണ്ണം, അത് നമ്മുടെ സൗന്ദര്യ പ്രശ്നമാണ്. നമ്മുടെ വയറ് ചാടുന്നത്, അതുപോലെ പിന്നെ നമുക്ക് ആകപ്പാടെ ഇങ്ങനെ ശരീരമൊക്കെ വീർത്തൊക്കെ ഇരിക്കുന്നത്, വയറിനുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ കാർബോഹൈഡ്രേറ്റ് അധികം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളും അതുപോലെ പിന്നെ ധാന്യങ്ങൾ, അതിനിപ്പോൾ നമുക്ക് ചോറിന് പകരം ഒത്തിരി കാര്യങ്ങൾ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അല്ലേ. മില്ലറ്റ്സ് തുടങ്ങി ഒത്തിരി നമുക്ക് മാർക്കറ്റിലുണ്ട്. അപ്പം നമ്മൾ ഒരു നേരം പിന്നെ ചോറ് കഴിക്കുക, ബാക്കി നേരങ്ങളിൽ ഫ്രൂട്ട്സും പച്ചക്കറിയും അതിനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ രണ്ട് കാര്യം പറഞ്ഞേ. മൂന്നാമതായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ട്രാൻസ് ഫാറ്റാണ്. അതിപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ 50 വയസ്സ് കഴിഞ്ഞവർക്ക് നമുക്കത് ഈസി ആയിട്ട് നമുക്കത് നിർത്താൻ പറ്റുമല്ലേ. കാരണം ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള മെയിൻ പ്രോബ്ലം എന്താണെന്നോ, നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്ത് വിടും, അതുപോലെ വെള്ളം, നമ്മൾ വിയർപ്പും അങ്ങനെയൊക്കെ നമ്മൾ വെള്ളം പുറത്ത് വിടുന്ന ഉണ്ടെന്ന്. ഇത് രണ്ടിനും തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ഈ ട്രാൻസ് ഫാറ്റ്. ഈ ട്രാൻസ് ഫാറ്റ് അധികം കഴിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും തടസ്സപ്പെടും. അതോടുകൂടി നമ്മുടെ ഹാർട്ടിന് പ്രശ്നം വരും, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടും, ഹാർട്ടിന് പ്രശ്നം വരും, സ്ട്രോക്ക് വരും, ഡയബറ്റീസ് 2 വരും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. അത് മെയിൻ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ നമ്മൾ അധികം വറുത്തത്, പൊരിച്ചത്, അതുപോലെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് തുടങ്ങി കളർ അധികം ഇട്ടത്, നമ്മൾ വാങ്ങുന്ന ഫുഡൊക്കെ അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ്, ഇതെല്ലാം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളിപ്പോൾ കഴിക്കുന്നതിൻ്റെ പകുതിയാക്കുക കേട്ടോ. അങ്ങനെ ഗ്രാജ്വലി നമുക്കിത് കുറയ്ക്കാം. നമുക്ക് സന്തോഷത്തിനും കൊതിക്കൊക്കെ കഴിക്കാം കുറേശ്ശെ. പക്ഷെ അത് നമ്മൾ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാലുള്ള വിഷയം ഇതാണ്,
ഈ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ മെയിനായിട്ട് വരുന്നത് ഇത് കഴിക്കുന്നതുകൊണ്ടാണ്. മെയിനായിട്ട് ഞാനീ പറയുന്ന ഈ 6 കാര്യങ്ങൾ കൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ അധികം ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ട്രാൻസ് ഫാറ്റ് നമ്മൾ ഒഴിവാക്കണം. ഓക്കെ. ഇനി 4മതായിട്ട് ഞാൻ തരുന്ന നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട ഒന്നാണ് ഉപ്പ്. ഓക്കെ. ഉപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അമിതമായിട്ട് ഉപ്പ് കഴിക്കുകയാണെങ്കിൽ മെയിനായിട്ട് കിഡ്നി ഡാമേജ് വരും. അതുപോലെ തന്നെ വയറിൽ ക്യാൻസർ വരുന്നതിനുള്ള ഒരു കാരണം ഈ അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. പിന്നെ ശരീരത്തിലുണ്ടാകുന്ന നീർവീക്കങ്ങൾ, BP, കൊളസ്ട്രോൾ, അതൊന്നും ഞാൻ പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഉപ്പ് കഴിച്ചാൽ ആദ്യം നമുക്ക് വരുന്നത് BP ആണ്. ഇതിലെല്ലാത്തിലുപരി നമുക്ക് പിന്നെ ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന പോലെ ഉപ്പ് അധികം കഴിച്ചാലും നമുക്ക് വെയിറ്റ് ഗെയിൻ വരികയും അതുപോലെ തന്നെ ഉറക്കക്കുറവ് വരികയും എല്ലാം ചെയ്യും. അപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുന്നതിനും ഒരു കാരണം ഈ കാർബോഹൈഡ്രേറ്റ് പോലെ തന്നെ ഉപ്പും പഞ്ചസാരയും ഒക്കെ അതിന് കാരണങ്ങളാണ് കേട്ടോ. ഇനി 4മത്തെ കഴിഞ്ഞ് ഇനി 5മത്തത് നമുക്ക് എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സ്ട്രെസ്സ്, അല്ലേ? അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രോഗങ്ങൾക്കൊരു 90% അതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മുടെ സ്ട്രെസ്സാണെന്നാണ് പറയണത്. ഞാൻ ഇപ്പോൾ 8 വർഷമായിട്ടോ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ജനുവരിയിലേക്ക് 8 വർഷം. അപ്പോൾ 8 വർഷം കൊണ്ടേ ഞാൻ ഈ സ്ട്രെസ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ട്രെസ്സ് നമ്മൾ കുറച്ചേ പറ്റൂ. എല്ലാ രോഗങ്ങളും ഈ സ്ട്രെസ്സ് മൂലം നമുക്ക് ഇരട്ടിയാവും. നമ്മുടെ ശരീരത്തിൽ നീർവീക്കം വരിക, ഉറക്കക്കുറവ് വരിക, ഓർമ്മക്കുറവ് വരിക, ഡിപ്രഷൻ വരിക, ആങ്സൈറ്റി വരിക, BP കൂടും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ സ്ട്രെസ്സ് മൂലം നമുക്കുണ്ടാവും. അതുകൊണ്ട് സ്ട്രെസ്സിനെ നിയന്ത്രിക്കാം. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടും സ്ട്രെസ്സ് മൂലം. അത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയാനും സ്ട്രെസ്സ് ഒരു കാരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രെസ്സിനെ നിയന്ത്രിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് യോഗ ചെയ്യാം, എക്സസൈസ് ചെയ്യാം, പാട്ട് കേൾക്കാം, കൃഷി ചെയ്യാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സ്ട്രെസ്സ് നിയന്ത്രിക്കാനുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കണ്ടുപിടിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ സ്ട്രെസ്സിനെ നമുക്ക് നിയന്ത്രിക്കാവേ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്, അല്ലേ? ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മുന്നേ നമുക്കൊരു കാര്യം പറയണം, എക്സസൈസ് കേട്ടോ. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ചലനം കുറയും, അല്ലേ? ഇപ്പോൾ 2026 നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സസൈസ് ശീലമാക്കുക. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല, നമുക്ക് നടക്കാം. അതുപോലെ നമുക്ക് ചെറിയ പിന്നെ എക്സസൈസ് ചെയ്യാം, നമ്മുടെ പറമ്പിലെല്ലാം നടക്കാം. അങ്ങനെ ചലിക്കണം. അതാണ് എപ്പോഴും നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു TV ഒക്കെ കാണുമ്പോൾ ഒരു 30 മിനിറ്റ് വരെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് വരെ എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെയൊക്കെ നമ്മൾ എക്സസൈസ് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ശരീരം വിയർക്കത്തക്കവണ്ണം ചെയ്തേ തീരൂ കേട്ടോ. അതും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും അത്യന്താപേക്ഷിതമാണ്. പിന്നെ പ്രാർത്ഥന, അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊന്ന് ചിന്തിക്കാനും പറയാനും ഒക്കെ ഉള്ളൊരവസരമാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന ശീലമാക്കണം. ഇത് നിങ്ങൾ ഈശ്വരവിശ്വാസികളെ സംബന്ധിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയെ നമുക്ക് ഈ 2026 പ്രാർത്ഥനയിലും നമുക്ക് ശ്രദ്ധിക്കണം. അങ്ങനെ 50 വയസ്സ് കഴിഞ്ഞവർക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്കും 70 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഒരു 10 വർഷം പുറകോട്ട് വരാത്തക്കവണ്ണമുള്ള പിന്നെ ശാസ്ത്രീയമായ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 7 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.